നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 90-ാമത്തെ ശ്ലോകം. വചസാചരിതം വദാമി ശംഭോ രഹമുദ്യോഗവിധാസു തേ പ്രസക്തഃ മനസാകൃതിമീശ്വരസ്യ സേവേ ശിരസാ ചൈവ സദാശിവം നമാമി. അഹം തേ, ഞാൻ അങ്ങയുടെ ഉദ്യോഗവിധാസു, ചിത്തത്തിൻ്റെ ഏകാഗ്ര വിഷയമാകുന്ന യോഗത്തിൽ അപ്രസക്തഃ, അപരിചിതനാകുന്നു. വചസ, വാക്കുകൊണ്ട്, ശംഭോ ചരിതം വദാമി, ഭഗവത് ചരിതത്തെ പറ്റി പറയാം. മനസ്സ, മനസ്സുകൊണ്ട്, ഈശ്വരസ്യ ആകൃതി, ഭഗവത് സ്വരൂപത്തെ, സേവേ, ചിന്തിക്കാം. ശിരസ, ശിരസ്സുകൊണ്ട്, സദാശിവം നമാമി, സദാശിവനെ മാത്രം നമസ്കരിക്കുകയും ചെയ്യാം. ഭഗവാനെ ധ്യാനിച്ച് ഏകാഗ്രത വരുത്തി സമാധിസ്ഥനാവാനുള്ള കഴിവും പരിചയവും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഭയപ്പെടാനാവില്ല. അവിടേക്ക് എത്തിക്കുന്ന സുലഭവും സുന്ദരവുമായ മാർഗമാണ് ഭക്തിമാർഗം. നാവുകൊണ്ട് ഭഗവത് കഥകൾ പാടുക, തിരുനാമങ്ങൾ ജപിക്കുക, ശിരസ്സുകൊണ്ട് ഭഗവാനെ നമിക്കുക, കഥകളിൽ വർണ്ണിച്ച ഭഗവത് സ്വരൂപത്തെയും ഭക്തന്മാരെ രക്ഷിച്ചതും അനുഗ്രഹിച്ചതുമായ ഹൃദ്യമായ വിഷയങ്ങളെ പറ്റിയും ചിന്തിക്കുക എന്നിവ ചെയ്തുകൊണ്ട് ക്രമത്തിൽ സമാധി വരെ എത്താൻ സാധിക്കുമെന്നാണ് ഭക്തിശാസ്ത്രം പ്രമാണസഹിതം പറയുന്നത്. അതുകൊണ്ട് ആദ്യം അവയെങ്കിലും തുടങ്ങുക എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.